മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധാരാളം വ്യക്തികൾ ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം പറയൽ വളരെ എളുപ്പമാണ്. പക്ഷേ ഒരർത്ഥമല്ല, ധാരാളം അർത്ഥ സന്ദേശങ്ങൾ ഗായത്രി മന്ത്രത്തിനുണ്ട്. ഒരു ഗായത്രി മന്ത്രം അല്ല ഉള്ളത്, നൂറുകണക്കിന് ഗായത്രി മന്ത്രങ്ങൾ ഉണ്ടതാണ്. ഉദാഹരണമായിട്ട് തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഇത് രുദ്രഗായത്രിയാണ്. ഏകദന്തായ വിദ്മഹേ മഹാദ്യുതികരായ ധീമഹി, അല്ലെങ്കിൽ ഗണേശായ ധീമഹി തന്നോ ഗണേശ പ്രചോദയാത് എന്ന് പറയാം. കാത്യായന്യൈ വിദ്മഹേ കന്യാകുമാരിയൈ ധീമഹി തന്നോ ദുർഗാ പ്രചോദയാത്. ഭാസ്കരായ വിദ്മഹേ മഹാദ്യുതികരായ ധീമഹി തന്നോ സൂര്യ പ്രചോദയാത്. അങ്ങനെയുള്ള ധാരാളം ഗായത്രി മന്ത്രങ്ങളുണ്ട്. ഓരോ ദേവതയ്ക്കും ഗായത്രി മന്ത്രമുണ്ട്. പക്ഷെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ളത് എന്ന് പറയുന്നത് സൂര്യഗായത്രി. അതിന് സാവിത്രി എന്നും പേരുണ്ട്. സവിതാവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട്, സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് സാവിത്രി എന്ന് പറയും. വേദമന്ത്രങ്ങളില് രാജ്ഞിയുടെ പദവിയാണ് ഈ ഗായത്രിക്കുള്ളത് എന്ന് പറയാറുണ്ട്. 24 അക്ഷരങ്ങളാണ് ഗായത്രി മന്ത്രത്തിനുള്ളത്. ആ ഗായത്രി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഗായന്തം ത്രായതൈതി ഗായത്രി. ആരാണോ അത് ആലപിക്കുന്നത് അയാൾക്ക് സംരക്ഷണം ലഭിക്കുന്നു, അയാൾ പ്രൊട്ടക്റ്റഡ് ആണ്. അത് ഏതർത്ഥത്തിലും, മെന്റൽ കോൺഫിഡൻസ് എല്ലാം. ശരിക്കും ഗായത്രി മന്ത്രം ന്യൂറോളജിക്കലി കുറെ എഫക്റ്റീവ് ആണ് എന്ന് കുറച്ച് പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഗായത്രി മന്ത്രം നിരന്തരം കേൾക്കുവാണെങ്കിൽ നമ്മുടെ ന്യൂറോളജിക്കൽ കുറെ എഫക്റ്റ് ഉണ്ടാവും എന്ന് വിവരിക്കുന്നുണ്ട്. ഇനി ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം നോക്കാം. ഓം എന്ന് പറഞ്ഞാണ് ഗായത്രി മന്ത്രം തുടങ്ങുന്നത്. ഓം എന്ന് പറയുന്നത് അകാര ഉകാര മകാരം പ്ലസ് തുരിയം, 4 മാത്രകളാണ് ഓംകാരത്തിനുള്ളത്. അകാര ഉകാര മകാര തുരിയം. അതില് ഒരർത്ഥമുള്ളത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, പിന്നെ കാലാതീതം. പാസ്റ്റും അല്ല, പ്രസന്റും അല്ല, ഫ്യൂച്ചറും അല്ലത്തിന് അതീതമായിട്ടുള്ളത്. പിന്നെ ഓംകാരത്തിന് അർത്ഥമുള്ളത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഗുണാതീതമായിട്ടുള്ളത്. പിന്നെ ഓംകാരത്തിന് അർത്ഥമുള്ളത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, വേദാതീതമായിട്ടുള്ളത്. അങ്ങനെ 64 അർത്ഥം ഓംകാരത്തിന് മാത്രമുണ്ട്. ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം അങ്ങനെയും പറയുന്നവരുണ്ട്. ഇത് ഏത് രീതിയിലുള്ള എക്സ്പ്ലനേഷൻ കൊടുത്താലും അത് 100% ശരിയോ അല്ലെങ്കിൽ തെറ്റോ ആവുന്നില്ല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള മെസ്സേജ് ഉണ്ട്. അപ്പോൾ ഓം കഴിഞ്ഞ് പിന്നെ തത് സവിതൃ വരേണ്യം. എന്താ ഇതിന്റെ അർത്ഥം? തത്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് എന്ന ഇംഗ്ലീഷിന്റെ അതേ അർത്ഥം തന്നെയാണ്. തത് അത്, സവിതൃ സൂര്യൻ, സവിതാവ്, വരേണ്യം എല്ലാ നന്മകളുടെയും ദാതാവായിട്ടുള്ള, എല്ലാ നന്മകളും തരുന്നതായിട്ടുള്ള, അതാണ് വരേണ്യം. തത് സവിതൃവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി. ഇവിടെ ദേവസ്യ സിംഗുലറാണ്. ഭർഗോ ഈ പ്രപഞ്ചത്തില് ഏത് ചൈതന്യമാണോ ഒന്നായിട്ടുള്ളത്, ഏക ഏവഹി ഭൂതാത്മാ,
ഭൂതേ ഭൂതേ വ്യവസ്ഥിത, സർവചരാചരങ്ങളിലുമുള്ള ആ ഒരു ചൈതന്യത്തെ പ്രശോഭിപ്പിക്കുന്നത്, ധീമഹി വൈഭവത്തോടുകൂടി ചൈതന്യമാക്കുന്നത്, ഇനി ചൈതന്യ സമൃദ്ധമാക്കുന്നത്, തത് സവിതൃവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി, ദേവസ്യ പ്രകൃതി ചൈതന്യത്തിന്റെ, പ്രകൃതി ദേവതകളുടെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നത്, ധിയോ യോ നഹ പ്രചോദയ, നഹ വിസർഗം പറയരുത്, ധിയോ യോ ന പ്രചോദയ, ആ ചൈതന്യത്തിലൂടെ ഞങ്ങളെയും, ഞങ്ങള് നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങള് പ്ലൂരലാണ്, ഞാനാണ് ഗായത്രി മന്ത്രം ജപിക്കുന്നതെങ്കിലും ഞങ്ങളെ പ്രചോദിപ്പിക്കണം എന്നാണ്. വേദം എപ്പോഴും പ്ലൂരലാ പറയാ, എന്നെ, എന്റെ കുടുംബത്തെ എന്നല്ല, നമുക്ക്, ഞങ്ങൾക്ക്, ഞങ്ങള്, ഈ പദപ്രയോഗമാണ്, എല്ലാം പ്ലൂരലാണ്. ധിയോ യോ ന പ്രചോദയാത്, പ്രചോദയാത് പ്രചോദിപ്പിക്കട്ടെ. ഈ പ്രപഞ്ചത്തെ, പ്രകൃതിയെ മുഴുവനും ചൈതന്യവത്താക്കുന്ന, എല്ലാവർക്കും സ്വീകാര്യനായ, നന്മയുടെ പ്രതീകമായ, നന്മ മാത്രം കൊടുക്കുന്ന ആ സൂര്യദേവൻ ഞങ്ങളെയും പ്രചോദിപ്പിക്കട്ടെ. ഇതാണ് ഇതിന്റെ അർത്ഥം. ഈ ഗായത്രി മന്ത്രത്തിന് പ്രായോഗികമായിട്ട് കുറേ കാര്യമുണ്ട്. ഇതിലേറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്, ചില വ്യക്തികൾ ചിലരുടെ അടുത്ത് ചെന്നിട്ട് ദീക്ഷ വാങ്ങിക്കാറുണ്ട്. ദീക്ഷ സ്വീകരിക്കാം. ഭാര്യയും മക്കളൊക്കെ ഉള്ള വ്യക്തികളും ഭർത്താവും മക്കളും ഉള്ള വ്യക്തികളും ദീക്ഷ സ്വീകരിക്കാറുണ്ട്. ഞാൻ പലരോടും പറയാറുണ്ട്, ആവശ്യമില്ലാതെ ദീക്ഷ സ്വീകരിക്കരുത്. ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം അനുഷ്ഠിക്കേണ്ട ജീവിത ശൈലിയിലൂടെ നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്തിനാവശ്യമില്ലാതെ ദീക്ഷ സ്വീകരിക്കുന്നത്? ദീക്ഷ സ്വീകരിക്കാതെ ദീക്ഷ സ്വീകരിച്ചവനെ പോലെ ജീവിക്കാം. അപ്പൊ വളരെ എളുപ്പമാണ്. പൂണൂലിടാതെ പൂണൂലിട്ടവനെ പോലെ ജീവിക്കാം. പൂണൂലിടാതെ പൂണൂലിട്ടവനെ പോലെ ജീവിക്കാം. ഇപ്പൊ കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രത്തിലെ പൂജാരിമാർക്ക് ആർക്കും പൂണൂലില്ല. ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ്. പക്ഷെ വയലാറിൽ അടുത്ത കാലത്ത് ഞാൻ ഒരു അമ്പലത്തിൽ ചെന്നപ്പോ തന്ത്രിമാരും പൂജാരിമാരും എല്ലാവരും ഈഴവ സമുദായത്തിലുള്ളവരാണ്. എല്ലാവരും പൂണൂലിട്ടിട്ടുണ്ട്. പലരുടെയും പൂണൂല് പൊട്ടിയിട്ടുമുണ്ട്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് എന്ന് പറഞ്ഞു, പൂണൂലിടണമെന്ന് ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇടുകയാണെങ്കിൽ മര്യാദയ്ക്കുള്ള പൂണൂലിട്ടൂടെ? എന്തിനാ ഈ വഴിപാട് മാതിരി ഈ പൊട്ടിയ പൂണൂലൊക്കെ ഇട്ടുകൊണ്ട് അമ്പലത്തിന്റെ പ്രതിഷ്ഠ നടത്തുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചിട്ട് വന്നു. ഈ പൂണൂലിട്ട് കഴിഞ്ഞാൽ പൂണൂലിൻ്റെതായിട്ടുള്ള യജ്ഞോപവീതത്തിൻ്റെതായിട്ടുള്ള മഹത്വം പാലിക്കണം. അതല്ലെങ്കിൽ യജ്ഞോപവീതം ഇടാതെ യജ്ഞോപവീതം ഇട്ട ആളെ പോലെ, പൂണൂലിട്ട ആളെ പോലെ ജീവിച്ചാൽ പോരെ. ഇപ്പൊ ദീക്ഷ സ്വീകരിക്കണമെന്നില്ല, സ്വീകരിക്കണ്ട. ജീവിക്കാൻ ദീക്ഷ സ്വീകരിച്ച ആളെ പോലെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി അങ്ങനെയല്ല, ഞാൻ ശരിക്ക് ദീക്ഷ സ്വീകരിച്ചവനെ പോലെ ജീവിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും സന്യാസി നല്ല വ്യക്തികളാണെങ്കിൽ ദീക്ഷ കൊടുക്കുന്ന കൂട്ടത്തില് ഒരു മന്ത്രവും കൂടി കൊടുക്കും. അതിന് ദീക്ഷാമന്ത്രം എന്നാ പറയാ. ഇതില് ഓം നമോ നാരായണായാവാം, ഓം നമ ശിവായാവാം, ഓം ക്ലീം കൃഷ്ണായാവാം, ഏത് ദീക്ഷാമന്ത്രമാണോ ആ സമയത്ത് ദീക്ഷ കൊടുക്കുന്ന ആളുടെ തലയിൽ ഇയാളെ കാണുമ്പോൾ ഉദിക്കുന്നത്, അയാൾക്ക് അത് കൊടുക്കണം. ആ ദീക്ഷാമന്ത്രം ചൊല്ലുന്നത് ഗായത്രിയുമായിട്ട് ചേർത്തിട്ട് വേണം. ഗായത്രിക്ക് 4 പാദങ്ങളാ ഉള്ളത്. ഓം തത് സവിതുർവരേണ്യം ഒന്നാമത്തെ പാദം, ഭർഗോ ദേവസ്യ ധീമഹി രണ്ടാമത്തെ പാദം, ധിയോ യോ ന പ്രചോദയാത് മൂന്നാമത്തെ പാദം. അതിനു മുമ്പൊരു പാദമുണ്ട്. അതേതാണ്? ഓം ഭൂഹു ഭുവഃ സ്വഃ മഹ ജനഃ തപഃ സത്യം തത് സവിതുർവരേണ്യം. സത്യം. അത് കഴിഞ്ഞിട്ടാണ് ഓം തത് സവിതുർവരേണ്യം പറയാം. ഓം ഭൂർഭുവസ്വഃ എന്നുമാവാം. ഓം ഭൂഹു ഭുവഃ സ്വഃ മഹ ജനഃ തപഃ സത്യം
തത്സവിതുർ ആദ്യം സത്യം വരെയുള്ളത് ആദ്യത്തെ പാദം. ആദ്യത്തെ പാദം കളഞ്ഞ് തത്സവിതുർവരേണ്യം 2, അല്ലെങ്കിൽ ഭർഗോദേവസ്യ ധീമഹി 3, ധിയോ യോ ന പ്രചോദയാത് 4. അപ്പൊ ആദ്യത്തെ പാദം കളഞ്ഞാൽ ഇത് 3 ആവും. തത്സവിതുർവരേണ്യം 1, ഭർഗോദേവസ്യ ധീമഹി 2, ധിയോ യോ ന പ്രചോദയാത് 3. ഓം നമോ നാരായണായ ദീക്ഷാമന്ത്രം അവസാനം ചേർക്കണം. അങ്ങനെയാണ് ഗായത്രി മന്ത്രം ജപിക്കേണ്ടത്. ഗായത്രി മന്ത്രം ആർക്കും ജപിക്കാം. സ്വരം തെറ്റരുത്, അക്ഷരം ക്ലിയർ ആയിരിക്കണം, അല്ലെങ്കിൽ അർത്ഥം മാറും. അതുകൊണ്ടാണ് അക്ഷരം ക്ലിയർ ആവണം, സ്വരം ശരിയാവണം. ഇപ്പൊ വലിയ സ്വരവും അതിനകത്തില്ല. അങ്ങനെ ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി. പ്രണാമം, നമസ്കാരം.